പ്രതിസന്ധികളെ തരണം ചെയ്യാനുള്ള പാഠവുമായി വീൽചെയറിൽ ഗണേഷ് കൈലാസ്. പൂക്കോട്ടുകാവ് സ്വദേശിയായ ഇദ്ദേഹം പ്രചോദന ക്ലാസുകളുമായി എപ്പോഴും തിരക്കിലാണ്. അച്ഛൻ ശങ്കരൻകുട്ടി വിരമിച്ച പോലീസ് ഉദ്യോഗസ്ഥനായതിനാൽ ഒരു സബ് ഇൻസ്പെക്ടറാകാനായിരുന്നു ഗണേഷ് കൈലാസിന്റെ ആഗ്രഹം. പോലീസിന്റെ പ്രാഥമിക പരീക്ഷ ജയിച്ചു നിൽക്കുന്നതിനിടയിൽ മെഡിക്കൽ റെപ്പായി ജോലി ചെയ്തു വരുമ്പോഴാണ് ജീവിതം മാറ്റിമറിച്ച അപകടമുണ്ടായത്. അന്ന് ചികിത്സിച്ച ഡോക്ടർമാർ ഗണേഷിന് ഇനി കിടക്കാൻ മാത്രമേ കഴിയൂ, മറ്റൊന്നിനും കഴിയില്ലെന്ന വിധി എഴുതിയതാണ്. ഡോക്ടർമാരെ ഗണേഷ് പഴിച്ചില്ല. പകരം വാക്കുകൾ കൊണ്ട് എങ്ങനെ മറ്റുള്ളവരുടെ മുറിവുണക്കാമെന്ന് ചിന്തിച്ചു. വീൽചെയറിൽ ഇരുന്നു കൊണ്ട് കുട്ടികൾക്ക് സൗജന്യ ട്യൂഷൻ എടുത്തു. പ്രതിസന്ധികളെ തരണം ചെയ്യാനുള്ള പാഠവും പറഞ്ഞുകൊടുത്തു. അതിനിടയിലാണ് നാട്ടിലെ സ്കൂളിൽ ക്ലാസ് എടുക്കാൻ ഗണേഷിനെ ക്ഷണിച്ചത്. രോഗികൾക്കുള്ള ക്ലാസുകളും കൈകാര്യം ചെയ്തു. അപകടം നടന്ന 18 വർഷം പിന്നിടുമ്പോൾ വിവിധ ജില്ലകളിലും അന്യസംസ്ഥാനങ്ങളിലുമായി 1400-ൽ പരം വേദികളിലാണ് അച്ഛൻ ശങ്കരൻകുട്ടിയുടെയും സഹോദരൻ ഗിരീഷിന്റെയും കൈപിടിച്ചെത്തി വീൽചെയറിലിരുന്ന ഗണേഷ് പ്രചോദന ക്ലാസുകൾ നൽകിയിട്ടുള്ളത്. ജീവിതത്തിലെ വെല്ലുവിളികളെ നേരിടാൻ യുവതലമുറയെ പ്രാപ്തരാക്കുക, നല്ലൊരു സമൂഹജീവിയായി അവരെ മാറ്റുക എന്ന ലക്ഷ്യത്തോടെയാണ് ഗണേഷ് കൈലാസ് ക്ലാസുകൾ നയിക്കുന്നത്. പ്രധാനമായും കുട്ടികൾക്ക് വേണ്ടിയുള്ള പ്രചോദന ക്ലാസുകളും ഭിന്നശേഷിക്കാർക്കും പാലിയേറ്റീവ് സംഘടനകൾക്കും രക്ഷിതാക്കൾക്കും വേണ്ടിയുള്ള ക്ലാസുകളുമാണ് നയിക്കുന്നത്. വാക്കുകളിലുള്ള ആത്മവിശ്വാസം ശ്രദ്ധിച്ച ഡോക്ടർമാരും തെറാപ്പിസ്റ്റുകളുമാണ് പ്രസംഗത്തിന് പ്രേരിപ്പിച്ചത്. കിടപ്പ് രോഗിയായിരുന്ന ഗണേഷിന്റെ സ്വന്തം അനുഭവങ്ങൾ വിവരിച്ചുള്ള ക്ലാസുകൾ സമൂഹമാധ്യമങ്ങളിൽ ഹിറ്റായതോടെ വീൽചെയർ മോട്ടിവേറ്റർ എന്ന പേരും കിട്ടി. വീൽചെയറുമായി കാറിലാണ് യാത്ര. ജ്യേഷ്ഠൻ ഗിരീഷും സുഹൃത്തുക്കളും ചേർന്ന കയറ്റിയിരുത്തും. ഇരിക്കാനാകുമെങ്കിലും പ്രാഥമിക കാര്യങ്ങൾക്കും വീൽചെയറിൽ ഇരിക്കുവാനും പരസഹായം വേണം. അധ്യാപികയും കണ്ണൂർ സ്വദേശിയുമായ ഭാര്യ ശ്രീലേഖയും മകൻ അശ്വനും അമ്മ കല്യാണിക്കുട്ടിയും സഹോദരങ്ങളായ ഗീതയും ഗിരീഷും സഹോദരി ഭർത്താവ് ഹരിദാസനും മരുമക്കൾ അക്ഷയും അനാമികയും അടങ്ങുന്ന കുടുംബം ഇന്ന് ഗണേഷിന് താങ്ങായുണ്ട്. ഭിന്നശേഷി സൗഹൃദം എന്നത് വാക്കുകളിൽ മാത്രമായി ഒതുങ്ങുന്നു എന്നും അത് മാറണമെന്നും ഭിന്നശേഷിക്കാരെ ചേർത്ത് നിർത്തണമെന്നും ഗണേഷ് കൈലാസ് സമൂഹത്തോട് പറഞ്ഞു. എന്നെപ്പോലെ ഒരുപാട് പേർ നമ്മുടെ സമൂഹത്തിലുണ്ട് അല്ലേ. അപ്പോൾ അവർക്ക് ഒക്കെയും ഞാൻ ഇത്രയൊക്കെ സ്ട്രോങ് ആണ്, മെൻ്റലി സ്ട്രോങ് ആണെന്ന് പറഞ്ഞാലും ഇവരുടെയൊക്കെ സപ്പോർട്ട്, സമൂഹത്തിൻ്റെ സപ്പോർട്ട് അല്ലെങ്കിൽ കുടുംബത്തിൻ്റെ സപ്പോർട്ട് ഇല്ലെങ്കിൽ എനിക്ക് ആ റൂമിൽ തന്നെ കിടക്കാൻ പറ്റുള്ളൂ. നമുക്ക് നമ്മുടെ മെൻ്റലി സ്ട്രോങ് ആയിട്ട് മാത്രം കാര്യമില്ലല്ലോ, നമുക്കൊപ്പം നിൽക്കാൻ ആളുകൾ വേണം. ഒരു പക്ഷേ ഇന്നിപ്പോൾ ഞാൻ ഇത്രയൊക്കെ എനിക്ക് ഇന്ന് ഇത്രയൊക്കെ എന്തെങ്കിലുമൊക്കെ സമൂഹത്തിന് വേണ്ടി ചെയ്യാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അതിന് ഏറ്റവും വലിയ ഒരു കടപ്പാടെന്ന് പറയുന്നത് എൻ്റെ കുടുംബത്തോട്, എൻ്റെ സുഹൃത്തുക്കൾ, എന്നെ ചികിത്സിച്ച ഡോക്ടേഴ്സ്, എൻ്റെ തെറപ്പിസ്റ്റുകൾ, അങ്ങനെ ഒരുപാട് പേരുടെ വലിയൊരു കൂട്ടായ പ്രയത്നമാണ് സത്യം പറഞ്ഞാൽ ഈ ഗണേഷ് എന്ന് പറഞ്ഞ ഈ ഒരു വ്യക്തിക്ക് എന്തെങ്കിലും ചെറുതായിട്ടെങ്കിലും സമൂഹത്തിൽ ചെയ്യാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, എന്നെപ്പോലെയുള്ള 4 ചുമരുകൾക്കുള്ളിൽ കിടക്കുന്ന ആളുകൾക്കൊക്കെ അവരോടൊപ്പം നിൽക്കുന്ന അച്ഛനായിക്കോട്ടെ, അമ്മയായിക്കോട്ടെ, അവരുടെ സഹോദരങ്ങളായിക്കോട്ടെ, അവർക്കൊക്കെ മനസ്സറിഞ്ഞുകൊണ്ട് എന്നൊരു സഹായം, അതൊരു ആത്മവിശ്വാസത്തിൻ്റെ കൈ കൊടുക്കാൻ സാധിക്കുമെങ്കിൽ അത് കടക്കുന്ന വ്യക്തിയുടെ സ്വപ്നങ്ങളിലെ ചിറകുകൾക്ക് വലിയൊരു ശക്തി നൽകുമെന്നുള്ളത് ഒരു സത്യമാണ്. എല്ലാവരുടെയും ഒരു സമൂഹം മൊത്തം ഞങ്ങൾക്കൊപ്പം ഉണ്ടെങ്കിൽ ഈ ഞങ്ങൾക്ക് മുന്നിൽ തുറന്നിട്ടിരിക്കുന്ന ഈ ലോകത്തെ ഞങ്ങളുടെ അനുഭവങ്ങളാലും ഞങ്ങളുടെ ആത്മവിശ്വാസത്താലും കീഴടക്കാൻ ഞങ്ങൾ തയ്യാറാണ്. ഇതിൻ്റെ അവസാനം എനിക്കൊരു ചോദ്യം ചോദിക്കാനുള്ളത്, ഞങ്ങൾക്ക് കൈതരാൻ, ഞങ്ങൾക്കൊരു ആത്മവിശ്വാസത്തിൻ്റെ കൈതരാൻ നിങ്ങൾ തയ്യാറാണോ എന്നുള്ളത് മാത്രമാണ്. ഇതിൻ്റെ ഉത്തരമാണ് ഞങ്ങളുടെ ജീവിതം സന്തോഷഭരിതമാക്കുന്നത്. UTV ന്യൂസ്, പാലക്കാട്.